ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം. മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന പ്രമേയം. ഭാര്യയെ തീവച്ചു കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ പാറക്കൽ ലാലുവാണ് അറസ്റ്റിലായത്. ലാലു വീടിന് തീ കൊളുത്തുകയും ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. പൂമംഗലം പഞ്ചായത്ത് റോഡ് പണിക്കനുബന്ധമായി കാനപണിയാൻ കുഴിയെടുത്തതിനെ തുടർന്ന് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി കുടുംബങ്ങൾ ദുരിതത്തിൽ. പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം. മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണം ക്രൈസ്തവ സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനും നടപടി കൈക്കൊള്ളണം. ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെ പ്രമേയം അപലപിച്ചു. സംസ്ഥാനത്ത് വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ നീതീകരിക്കാനാവാത്ത വിവേചനവും നിയമപരമല്ലാത്ത മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതത്തിൽ വിതരണം ചെയ്യണമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കപ്പെടേണ്ടതാണ്. മലയോര മേഖലയിലെ വന്യമൃഗ ആക്രമണ ഭീഷണി ഒഴിവാക്കാനും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്ന പരിഹാരത്തിനായി നിയമിച്ച JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 9 മാസങ്ങൾക്ക് ശേഷവും അത് പ്രസിദ്ധീകരിക്കുവാൻ പോലും തയ്യാറാകാത്ത കേരള സർക്കാരിന്റെ നടപടി ശരിയല്ല. നിയമപരമല്ലാത്ത മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന അവസ്ഥയും അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം, തൃശൂർ. ഭാര്യയെ തീവച്ചു കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ പാറക്കൽ ലാലുവാണ് അറസ്റ്റിലായത്. കുഞ്ഞൈനിയിലുള്ള വാടക വീട്ടിൽ ജനലിലൂടെ പെട്രോൾ മുറിയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയും വീടിന് മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. കുഞ്ഞൈനിയിലുള്ള വാടക വീട്ടിൽ താമസിച്ചു വരുന്ന ഭാര്യയെയും കുട്ടികളെയും തീവച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വീടിന്റെ ജനൽ അടിച്ചു പൊട്ടിച്ച് ജനലിലൂടെ പെട്രോൾ മുറിയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയും വീടിന് മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ഭാര്യ ഉടൻ തന്നെ കട്ടിലിലെയും കിടക്കയിലെയും തീ വെള്ളമൊഴിച്ച് കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രതിയായ ലാലു മുൻപ് ഭാര്യ രാഗിയെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. ഇൻസ്പെക്ടർ ശശിധരന്റെ നേതൃത്വത്തിൽ SIമാരായ ഹരോൾഡ് ജോർജ്, സജിനി, ASI മിനി, CPO ഗോപകുമാർ, ജാക്സൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പൂമംഗലം പഞ്ചായത്ത് റോഡ് പണിക്ക് അനുബന്ധമായി കാനപണിയാൻ കുഴിയെടുത്തതിനെ തുടർന്ന് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി കുടുംബങ്ങൾ ദുരിതത്തിൽ. നടപടിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല. പൂമംഗലം വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള അമ്പലനട കുമ്മൻകുളം റോഡിനാണ് ഈ ഗതികേട്. കുടിവെള്ള വിതരണം താറുമാറായതോടെ പ്രദേശത്തെ 5 കുടുംബങ്ങൾ ദുരന്തത്തിലാണ്. കൊടിയ വേനൽ ചൂടിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടം മൂടുകയാണ് ഈ കുടുംബങ്ങൾ. കാന നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പൈപ്പ് കണക്ഷൻ പുനഃസ്ഥാപിക്കാമെന്ന് അധികൃതർ വാക്ക് നൽകിയിരുന്നെങ്കിലും വിച്ഛേദിക്കപ്പെട്ട പൈപ്പ് സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. കാന നിർമ്മാണത്തിന്റെ മറവിൽ കുടുംബാംഗങ്ങളെ ദ്രോഹിക്കുന്ന നടപടിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ആയിട്ടില്ല. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. മൈത്രിയുടെ കാഹളമുയർത്തി കഴിഞ്ഞ 11 ദിവസമായി നടന്നു വന്നിരുന്ന പൈങ്ങോട് ശ്രീ ഘണ്ടാകർണ ക്ഷേത്രത്തിലെ മഹോത്സവം കൂട്ടി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു. പുതിയകാവ് ഭഗവതിയെയും പതിയാങ്കുളങ്ങര ഭഗവതിയെയും ക്ഷേത്രനടയിലേക്ക് ആനയിച്ചുകൊണ്ടാണ് മഹോത്സവത്തിന് പരിസമാപ്തിയായത്. നിരവധി ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി. പതിവുകൾ തെറ്റിയില്ല. ആദ്യം പുതിയകാവ് ഭഗവതിയും തുടർന്ന് പതിയാക്കുളങ്ങര ഭഗവതിയും പൈങ്ങോട് ശ്രീ ഘണ്ടാകർണ ക്ഷേത്രത്തിലെത്തി. ഭഗവതിമാരെയും ഉപദൈവങ്ങളെയും ഭക്തർ താലമേന്തി വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചു.
നാടിന്റെ പരദേവതയുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് മഹോത്സവത്തിന് ഇതോടെ ദൈവിക പ്രഭ കൈവന്നു. രാത്രിയുടെ ഉച്ചസ്ഥായിയിൽ ഉയർന്ന പഞ്ചാരിയുടെ പതികാലത്തിനപ്പുറം 11 ദിവസം പിന്നിട്ട കളമെഴുത്തുപാട്ട് അടങ്ങിയ ക്ഷേത്രോത്സവത്തിന് പരിസമാപ്തിയായി. ഇന്ന് ഗണ്ടാകർണ പുലക്കാവ് ക്ഷേത്രോത്സവം നടക്കും. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിലെ ശൃംഗപുരത്ത് വ്യാപാര സ്ഥാപനത്തിന് നേരെ ആക്രമണം. ചില്ലുകൾ തകർത്തു. ശൃംഗപുരത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന മേത്തല സ്വദേശി സിജിത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡ്രീം ബേക്കേഴ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെ 8:30 ജീവനക്കാർ ബേക്കറി തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. സ്ഥാപനത്തിന് മുൻവശത്തുള്ള 3 ചില്ലുകളും തകർത്ത നിലയിലാണ്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലത്ത് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. കയ്പമംഗലം കൂരിക്കുഴിയിൽ നിന്നും അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMA-യുമായി ഒരാളെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് പിടികൂടി. കൂരിക്കുഴി പുഴങ്കരയില്ലത്ത് അബു താഹിറാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 7 ഗ്രാമോളം MDMA കണ്ടെടുത്തു. പിടിയിലായ പ്രതി തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ്. പാലിയേക്കരയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. തൈക്കാട്ടുശ്ശേരി മാമ്പ്രക്കാരൻ വീട്ടിൽ അബിൻ, മുക്കാട്ടുകര പോർക്കളങ്ങാട് ഡിജിത്ത് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 3.2 ഗ്രാം MDMA പിടികൂടി. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം MDMA വിൽപ്പന നടത്താൻ നിൽക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI-മാരായ B പ്രദീപ് കുമാർ, PR സുധീഷ്, CPO-മാരായ ശ്രീജിത്ത്, അമൽരാജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചോറ്റാനിക്കര മകം തൊഴിലിനായി ഭർത്താവിനോടൊപ്പം പോയ വീട്ടമ്മ വാഹനാപകടത്തിൽ മരിച്ചു. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ താമസിക്കുന്ന വലിയകത്ത് മണികണ്ഠൻ്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീജയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30 എറണാകുളം ഇടപ്പള്ളി ജംഗ്ഷനിലായിരുന്നു അപകടം. ബൈക്കിൻ്റെ ഹാൻഡിലിൽ കാർ തട്ടിയതിനെ തുടർന്ന് മണികണ്ഠനും ശ്രീജയും വീഴുകയായിരുന്നു. റോഡിൽ വീണ ശ്രീജ മറ്റൊരു വാഹനം ഇടിച്ചാണ് മരണം സംഭവിച്ചത്. പുത്തഞ്ചിറയിൽ KSKTU-ന്റെ നേതൃത്വത്തിൽ പടയണി സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഗ്രാമപഞ്ചായത്തിലും പെൻഷൻകാരെയും ക്ഷേമനിധിക്കാരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്ന അപ്രഖ്യാപിതമായ ഉപയോഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. PK ഉത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AV ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, VN രാജേഷ്, VK റാഫി, PV ഓമന, വത്സല എന്നിവർ പങ്കെടുത്തു. KSKTU കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. പൊതുയോഗം KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. KSKTU ഏരിയ സെക്രട്ടറി CK ശശി, കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, MJ ബെന്നി, KA ജോജി, AA ബിജു, റൈമോൾ ജോസ്, PA പ്രകാശൻ, KK രാജൻ, TK ശൈലജ എന്നിവർ പ്രസംഗിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുഴുവൻ ഉപജില്ലകളിലും SSLC USS മാതൃകാ പരീക്ഷ നടത്തുന്നതിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഉപജില്ലാതല മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ മോഡൽ പരീക്ഷ എഴുതി. സർക്കാർ 3 വർഷമായിട്ടും LSS USS സ്കോളർഷിപ്പ് തുക നൽകാത്തതിൽ യോഗം പ്രതിഷേധം അറിയിച്ചു. KPSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ജോജി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ കൗൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം CJ ദാമു മുഖ്യപ്രഭാഷണം നടത്തി. നിഷ PA, ജാൻസി PV, PS ഉണ്ണികൃഷ്ണൻ, EA മുഹമ്മദ് അലി, സൈജു PR, ചഞ്ചൽ PR, സൂരജ് VS എന്നിവർ നേതൃത്വം നൽകി.
എടവിലങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 136-ാം സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ RV അനിൽകുമാർ, ഹയർ സെക്കൻഡറി സുവോളജി അധ്യാപിക ഗീത S, ഹൈസ്കൂൾ വിഭാഗം ഗണിത അധ്യാപിക സിബി ഫാരിസ, ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപിക MN ഐഷ എന്നിവരെ ആദരിക്കുകയും സ്റ്റാഫും PTA-യും നൽകിയ ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. തിരക്കഥാകൃത്ത് PS റഫീഖിനെ ചടങ്ങിൽ പ്രിൻസിപ്പൽ ആദരിച്ചു. വൈപ്പിൻ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് 100-ന്റെ നിറവിൽ. ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനവും ആദ്യകാല അംഗങ്ങളെ ആദരിക്കലും മന്ത്രി P രാജീവ് നിർവഹിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായി. ഹൈബി ഈഡൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സ്വിഫ്റ്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ AS സൈനുദ്ദീൻ ജൈവവള വിതരണം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് MB ഷൈനി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, AP പ്രിനിൽ, അഡ്വക്കേറ്റ് NK ബാബു, ടോമി, ജെയ്സൺ ജോസഫ്, ജബ്ബാർ തച്ചയിൽ, ശാന്തിനി പ്രസാദ്, ഉഷ സോമൻ, ബാങ്ക് സെക്രട്ടറി ലിസി എന്നിവർ സംസാരിച്ചു. ഓൾ കേരള തയ്യൽ തൊഴിലാളി അസോസിയേഷൻ വൈപ്പിൻ ഏരിയ കൺവെൻഷൻ കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല മത്തായി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് NR പ്രതാപൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MS ഉണ്ണികൃഷ്ണൻ, ബേബി ബാബു, K മൈക്കിൾ, രഞ്ജു എന്നിവർ സംസാരിച്ചു. സോളിഡാരിറ്റി വൈപ്പിൻ ഏരിയയും തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റും സംയുക്തമായി യുനാനി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇല്ലത്ത് വഴി കാരുണ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ജമാഅത്തെ ഇസ്ലാമി വൈപ്പിൻ ഏരിയ പ്രസിഡന്റ് KM താരിഖ് അധ്യക്ഷനായി. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്ത 150ഓളം പേർക്ക് ആവശ്യമായ ചികിത്സയും മരുന്നും സൗജന്യമായി നൽകി. സോളിഡാരിറ്റി വൈപ്പിൻ ഏരിയ ജനറൽ സെക്രട്ടറി KS സനീർ, KK അബ്ദുൽ ഖയ്യൂം, ഡോക്ടർ ഫാത്തിമ സൽമ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. രാവിലെ മദ്യവിരുദ്ധ സമിതി അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. ദിവ്യബലിക്ക് ഫാദർ ജോൺ പോൾ ENM കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. KCBC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്തോണിക്കുട്ടി ചതലൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മദ്യവിരുദ്ധ പ്രവർത്തകർ, ഇടവകയിലെ വിശ്വാസികൾ എന്നിവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. കൊടകര സഹൃദയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ജിവിൻ ജോബ് ചിറ്റിലപ്പിള്ളി അധ്യക്ഷനായിരുന്നു. വിവിധ വർഷങ്ങളിൽ സഹൃദയയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി MJ, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി, പ്രൊഫസർ VJ തോമസ്, ക്രിസ്റ്റഫർ ലൂയിസ്, കീർത്തന മോഹൻദാസ്, ഷിജി VK എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU ചാലക്കുടി ഏരിയ മേലൂർ പഞ്ചായത്ത് തൊഴിലാളി യോഗം നടന്നു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ MS ബിജു, PP ബാബു, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മഞ്ജു രാജ് S, PK വിജയൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ VK സുബ്രൻ, ഷാജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചെയർമാൻ മഹല്ല് കമ്മിറ്റിയും ഫൈസൽ അനുസ്മരണ സമിതിയും സംയുക്തമായി നടത്തിയ ഫൈസൽ ഓർമ്മ അനുസ്മരണ സമ്മേളനവും ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ചാലാക്ക് ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. അനുസ്മരണ സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ PA മുഹമ്മദ് സെയ്ദു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് സലീം നദി, SA അബ്ദുൽ ഖയ്യൂം, KS കൈസാബ്, സൈഫുദ്ദീൻ അൽ ഖാസിമി, CC വിപിൻ ചന്ദ്രൻ, KR ജൈത്രൻ, CP രമേശൻ, VM ജോണി, MK സഗീർ, ബക്കർ മേത്തല, അഡ്വക്കേറ്റ് വെങ്കിടേശ്വരൻ, TS സജീവൻ, യൂസഫ് പടിയത്ത്, TM നാസർ, ബഷീർ കൊണ്ടാപ്പള്ളി, TP രഘുനാഥ്, UT പ്രേംനാഥ്, AB നജീബ്, EB മുജീബ് റഹ്മാൻ, വഹീദ, സുനിത എന്നിവർ സംസാരിച്ചു.
അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന ചങ്ങാതി സാക്ഷര പദ്ധതിക്ക് കൊടകരയിൽ തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുബൈദ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ MM ഗോപാലൻ, ഇൻസ്ട്രക്ടർമാരായ ER വിശ്വനാഥൻ, മഞ്ജു വിശ്വനാഥൻ, ഷാജി CJ, കോൺട്രാക്ടർ ബാബു തനാടൻ എന്നിവർ സംസാരിച്ചു. 16 വയസ്സിന് മുകളിൽ മലയാളം പഠിക്കാൻ താൽപ്പര്യമുള്ള അതിഥി തൊഴിലാളികൾക്കാണ് ക്ലാസുകൾ നൽകുന്നത്. 3 മാസമാണ് ഈ പദ്ധതിയുടെ പഠന കാലയളവ്. പരിപാടിയിൽ 50ഓളം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അക്കാദമിക് കോർഡിനേറ്റർ ശ്രീകാന്ത് ഗുരുപദം. സരസ്വതി വിദ്യാനികേതൻ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് M കൃഷ്ണകുമാർ, RSS വിഭാഗ് കാര്യവാഹക് K ഉണ്ണികൃഷ്ണൻ, വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AG ബാബു എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുലം പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 4 മുതൽ ക്ഷേത്ര ചടങ്ങുകൾ, ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ്, വാരപ്പെട്ടി ചന്ദ്രന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, 4-ന് പെരുവനം പ്രകാശന്മാരാർ നയിക്കുന്ന പാണ്ഡിമേളം, 7-ന് മേലത്തുപറമ്പിൽ വീട്ടുകാരുടെ താലിവരവ്, 7:30-ന് കുടുംബി സമുദായം താലിവരവ്, 8 മണിക്ക് പുളിയിലപ്പറമ്പിൽ വീട്ടുകാരുടെ താലിവരവ് തുടങ്ങിയവ ഉണ്ടായി. രാത്രി 10:30-ന് കാളകളി വരവ്, രാത്രി 11 മണിക്ക് കേളിവറ്റ്, 12 മണിക്ക് എഴുന്നള്ളിപ്പ്, പാപ്പാളിപ്പാടം, പുലയർ സമുദായ കാളകളി എന്നിവയും ഉണ്ടാകും. എഴുന്നള്ളിപ്പിന് 7 ആനകൾ അണിനിരന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം. മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന പ്രമേയം. ഭാര്യയെ തീവച്ചു കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ പാറക്കൽ ലാലുവാണ് അറസ്റ്റിലായത്. ലാലു വീടിന് തീ കൊളുത്തുകയും ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു. പൂമംഗലം പഞ്ചായത്ത് റോഡ് പണിക്കനുബന്ധമായി കാന പണിയാൻ കുഴിയെടുത്തതിനെ തുടർന്ന് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി കുടുംബങ്ങൾ ദുരിതത്തിൽ. പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.